ഡിപ്രഷൻ അഥവാ വിഷാദരോഗം എന്ന് പറയുന്ന ഒരവസ്ഥ നോർമലി എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമില്ല. അതിന് അതിൻ്റേതായ ചില മാനദണ്ഡങ്ങളുണ്ട്. വെറുതെ പോലും ഒരാളും എനിക്ക് ഡിപ്രഷനാണെന്ന് പറയരുത്. ചുരുങ്ങിയത് 2 ആഴ്ചയിലധികമായിട്ട് നിങ്ങൾക്ക് ഒന്നിനോടും ഒരു താല്പര്യം തോന്നുന്നില്ല, നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാലും വിഷമാണ്, ഒരു ലോൺലിനെസ് ഫീലുണ്ട്, ഒറ്റപ്പെട്ടിരിക്കുന്ന പോലൊരു ഫീലുണ്ട്, അതുപോലെ വിശപ്പില്ലായ്മ, ഉറക്കക്കുറവ്, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി വിഷാദ രോഗത്തിൻ്റെ അഥവാ ഡിപ്രഷൻ്റെ ചില ലക്ഷണങ്ങളെക്കുറിച്ച് പറയാം. ആദ്യത്തെ ലക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരുവിധ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ നോക്കിയാലും ഒരു സ്വസ്ഥത ഇല്ലാതെ, അടങ്ങിയിരിക്കാൻ പറ്റാതെ, എപ്പോഴും ഇറിറ്റബിലിറ്റി എന്ന് പറയും, അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും നമ്മൾ പോകുന്നുണ്ടായിരിക്കുക. സ്ലീപ്പ് ഡിസോർഡർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിഷാദ രോഗം അഥവാ ഡിപ്രഷൻ ബാധിച്ച മിക്ക ആളുകൾക്കും ഉറങ്ങാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷേ ചില ആളുകൾക്ക് ഉറക്കം കൂടുതലും കാണപ്പെടാറുണ്ട്. അതുപോലെ യാതൊരുവിധ എനർജി അവർക്ക് ഉണ്ടാവില്ല, ഒരു ഊർജ്ജം ഇല്ലാത്തൊരു അവസ്ഥയായിരിക്കും, എപ്പോഴും ഒരു ക്ഷീണമായിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക. അതുപോലെ അവരുടെ ഉള്ളിൽ എപ്പോഴും ഇനിയൊന്നുമില്ല, ഒരു ശൂന്യമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെ ആയിരിക്കും അവർ പോകുന്നുണ്ടായിരിക്കുക. ഇതിനകത്ത് കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് യാതൊരുവിധ സഹായവും എനിക്ക് ആരും ചെയ്യാനില്ല, ഞാനൊരു രീതിയിലും എനിക്കൊരു നിവൃത്തിയില്ല ഇനി മുന്നോട്ട് ജീവിക്കാൻ, അതുപോലെ എന്നെക്കൊണ്ട് യാതൊരു ഗുണവും മറ്റുള്ളവർക്കില്ല, എനിക്കുമില്ല, ഞാൻ കാരണം ബാക്കി എല്ലാവരും വിഷമിക്കുകയാണ്, അങ്ങനെ ഒരു ചിന്തയുണ്ടായിരിക്കും. കൂടാതെ ഒരിക്കലും ഒരു പുതിയ കാര്യം അല്ലെങ്കിൽ നല്ല കാര്യം എൻ്റെ ജീവിതത്തിലോട്ട് വരാനുള്ള ഒരു പ്രതീക്ഷ അവർക്ക് അസ്തമിച്ചിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ 2 ആഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന അവസ്ഥയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിഷാദരോഗം എന്ന് പറയുന്നത്. ഇത് ഒരു 6 മാസം തൊട്ട് 1 വർഷം വരെയൊക്കെ ഈ ഒരു അവസ്ഥ നിങ്ങൾ മാറാനായിട്ട് പരിശ്രമിക്കേണ്ടി വരും. അതിനുള്ള മെഡിസിൻ, അതുപോലെ തെറാപ്പി, കൗൺസിലിംഗ് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടി വരും. ചില ആദ്യമായിട്ട് വരുന്ന ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദരോഗം നിങ്ങൾക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മെഡിസിനും ബാക്കി തെറാപ്പിയും എടുത്തു കഴിഞ്ഞാൽ 9 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റിക്കവറി ആവാൻ പറ്റുന്ന ഒരു സ്റ്റേജാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാനസിക രോഗങ്ങൾ വരുന്നത് അല്ലെങ്കിൽ മാനസികാവസ്ഥകൾ വരുമ്പോൾ അതൊരിക്കലും മാറില്ല എന്നല്ല, പക്ഷേ ഇനി വരാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം, ശ്രദ്ധിക്കാം.